ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവവചന പഠനത്തിനായി നമുക്ക് ദൈവം സാവകാശം നൽകി. സ്തോത്രം. സാധാരണ സഭകളിലൊക്കെ അവരുടെ ഒരു പ്രധാന സന്ദേശത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്നതിനെ കുറിച്ചാണ്. എന്നാൽ കഴിഞ്ഞ 4.5 വർഷമായി അങ്ങനെ ഒരു സന്ദേശം ഈ പുൾപിറ്റിൽ നൽകിയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ദൈവവചനം ഒക്കെ നാം പഠിക്കുമ്പോൾ നമ്മുടെ ഡെയിലി ബൈബിൾ ക്ലാസ്സിൽ ആ വേദഭാഗങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സഭയുടെ ദൈവവചനപ്രകാരമുള്ള സാമ്പത്തിക കാര്യങ്ങളിലെ നിലപാടുകൾ എന്താണ് എന്ന് പ്രത്യേകിച്ച് പുതുതായിട്ട് നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നതായിട്ടുള്ള പല സഹോദരങ്ങളും എന്നോട് ചോദിക്കുകയുണ്ടായി. നമ്മുടെ സഭയിൽ വന്നു പോയിട്ടുള്ളതായ പല ആളുകളും നമ്മളുടെ രീതിയെ അത്ര അംഗീകരിച്ചതായിട്ടല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ദൈവത്തിന് കൊടുക്കാനായിട്ട് ഒരവസരം അവിടെ ഇല്ല. അതുകൊണ്ട് അങ്ങനെ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് അവരുടെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാനായിട്ടുള്ള ഒരവസരം നിഷേധിച്ചിരിക്കുന്ന ഒരു സഭ എന്നുവരെ ചില ആളുകൾ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. എന്നാൽ ആളുകളുടെ കാഴ്ചപ്പാടുകളല്ല, മറിച്ച് ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം. നാം കർത്താവിനൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. കർത്താവിന് കൊടുക്കാനുള്ളത് നിങ്ങൾ മാറ്റിവെച്ചിക്കണം, ആവശ്യം വരുമ്പോൾ പറയാം, അപ്പോൾ അത് കൊണ്ടുവരണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കർത്താവിന് കൊടുക്കാനായിട്ട് നിങ്ങൾ അക്കൗണ്ടിലോ ബാഗിലോ ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൈസ അങ്ങനെ അവിടെ ഭദ്രമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് വചനപ്രകാരം ദൈവമക്കൾ, ദൈവസഭ അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ പുലർത്തേണ്ടതായിട്ടുള്ള അച്ചടക്കവും അതിൻ്റെ താല്പര്യങ്ങളും എന്നുള്ളതിനെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവവചനത്തിൽ നാം വായിക്കുന്നതായിട്ടുള്ള വേദഭാഗങ്ങളെ ക്രോഡീകരിച്ച് സാമ്പത്തികമായ നിലകളിൽ നമ്മളുടെ വചനപ്രകാരമുള്ള പ്രമാണങ്ങൾ എന്ത് എന്നുള്ളത് പഠിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നാം ഒരിക്കൽ ഈ 4.5 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ നമ്മളൊരു കളക്ഷൻ എടുക്കുകയും ഒരു സഹോദരനെ നമ്മൾ സഹായിക്കുകയും ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ ആ സഹോദരൻ നമ്മളോട് കൂടി ഇല്ല എന്നുള്ളതും സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത്, ഈ കൊടുക്കുന്നതിനെക്കുറിച്ച് വളരെ വളരെ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഇന്ന് ക്രിസ്തീയ ലോകത്തുള്ളത്. അതിലെ ഏറ്റവും തെറ്റായിട്ടുള്ളൊരു ഉപദേശമാണ് സഭയിൽ ദശാംശം കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു ഉപദേശം പുതിയ നിയമത്തിൽ ഇല്ല. ഉണ്ടോ? അങ്ങനെ ഒരു ഉപദേശമില്ല. അപ്പോൾ പിന്നെ ദശാംശം എന്ന് പറയുമ്പോൾ 10 എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ എത്രയാണ് കൊടുക്കേണ്ടത്? അത് 5 മതിയോ? അതോ 25 ആക്കണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? മുഴുവനും. ബാബു സഹോദരൻ അതിൻ്റെ കറക്റ്റ് മറുപടി പറഞ്ഞു. ദൈവം നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി സ്വന്തമാക്കിയാണ് നമ്മളെ തീർത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ എല്ലാ സമ്പത്തിൻ്റെയും നമ്മളുടെ ആരോഗ്യത്തിൻ്റെയും ഒക്കെ മേലുള്ള സമ്പൂർണമായിട്ടുള്ള അധികാരം കർത്താവിനാണ്. കർത്താവിനൊരു 10% കൊടുത്തേച്ച് ബാക്കി നമ്മളുടെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് എത്രയോ എളുപ്പമാണ്.
അത് ന്യായപ്രമാണത്തിൻ്റെ കാലത്ത് ഒന്നും കൊടുക്കാത്തവനായിട്ടുള്ള മനുഷ്യനെ കൊടുപ്പിക്കാൻ വേണ്ടി ദൈവം വെച്ചിരുന്നതായ ഒരു നിയമമാണ്. അതും ഒരു വർഷം 2 പ്രാവശ്യം അവരുടെ വിളവിൻ്റെ 10%, പിന്നെ അതിൻ്റെ ഒരു 10% എന്ന് പറഞ്ഞ് വേറെയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സമ്പത്ത് മുഴുവൻ, അല്ലെങ്കിൽ നമുക്കുള്ളതെല്ലാം, അത് 100% ദൈവത്തിൻ്റെയാണ് എന്നുള്ളത് നമ്മൾ പുതിയ നിയമസഭയെ സംബന്ധിക്കുന്നതായ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശമാണ്. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെയാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്, അല്ലേ? അപ്പോൾ പിന്നെ നാം അതിൽ നിന്ന് എടുക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നതാണ്. കാരണം നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആവശ്യങ്ങളും ഒക്കെ നാം ദൈവത്തിൻ്റെ ആയതുകൊണ്ട് അത് ദൈവത്തിൻ്റെ പ്രവർത്തന തലത്തിൽ തന്നെ വരുന്നതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ സമ്പത്തിൽ നിന്നും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം എടുക്കുന്നത് അതും ദൈവത്തിന് കൊടുക്കുന്നത് തന്നെയാണ്. കാരണം നമ്മൾ ആരാ? നമ്മൾ ദൈവത്തിൻ്റെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെയൊന്നും ഇതുവരെയും കേട്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നാം ദൈവത്തിൻ്റെയാണ് എന്നും അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഉള്ളതായിട്ടുള്ള എല്ലാം ദൈവത്തിൻ്റെ ആണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ അല്ലാതെ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒന്നുണ്ട്. അതൊന്ന് പറയാമോ? ദൈവത്തിന് കൊടുക്കണ്ട, നമുക്ക് സ്വന്തമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് എന്താ? ആർക്കെങ്കിലും പെട്ടെന്ന് മറുപടി പറയാമോ? ഒരു കാര്യം മാത്രം ദൈവത്തിന് കൊടുക്കണം, നമുക്ക് സ്വന്തമായിട്ട് വയ്ക്കാം. എന്താണ്? ക്രൂശ്, അല്ലേ? തൻ്റെ ക്രൂശും എടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പം നമുക്ക് സ്വന്തമായിട്ട് വയ്ക്കാൻ ഈ ലോകത്തിൽ അവകാശമുള്ള ഒരേ ഒരു കാര്യം ക്രൂശാണ്. അത് ദൈവത്തിന് കൊടുക്കണ്ട, അത് നമുക്ക് സ്വന്തമായിട്ട് വയ്ക്കാം. അപ്പോൾ സ്വന്തമായിട്ട് വയ്ക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഒരു ക്രൂശ് നമുക്ക് ഉണ്ട്, അല്ലേ? അവിടെ ക്രൂശിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ, വിഷയങ്ങൾ വരും. അപ്പോൾ അതിനെ ക്രൂശിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ക്രൂശ് വേണം. അതെടുത്തുകൊണ്ട് എന്നെ പിൻഗമിക്കണം. അത് താഴെ വെച്ചിട്ടോ അത് വേണ്ട എന്ന് വെച്ചിട്ടോ കർത്താവിനെ പിൻഗമിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് വചനത്തിലെ പ്രമാണം. ശരി, സാമ്പത്തിക കാര്യങ്ങളിലെ ചില പ്രമാണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പ്രമാണം എന്ന് പറയുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോട് വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രമാണം എന്താണ്? ഒരാൾക്ക് വേല ചെയ്യാൻ മനസ്സില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ യോഗ്യനല്ല. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത്. തിന്നാതിരുന്നാൽ നമുക്ക് എത്ര ദിവസം ജീവിക്കാൻ പറ്റും? എത്ര ദിവസം ജീവിക്കാൻ പറ്റും? തിന്നാതിരുന്നാൽ അധികം ദിവസമൊന്നും മുമ്പോട്ട് പോവില്ല, അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വേല ചെയ്യാൻ മനസ്സില്ലാത്ത ഒരാൾ ജീവിച്ചിട്ട് കാര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വേല ചെയ്യാൻ മനസ്സില്ലാതെ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഒരു നിർദ്ദേശമായിട്ടോ ഒരു അപേക്ഷയായിട്ടോ അല്ല പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ, ഒരു കൽപ്പനയായിട്ടാണ്. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് കൊടുത്തതായ ഒരു കൽപ്പനയാണ്. നിങ്ങൾക്ക് വേല ചെയ്യാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾ തിന്നാൻ യോഗ്യനല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല. എന്നാൽ നമുക്ക് മനുഷ്യരായിട്ടുള്ള നമുക്ക് നമ്മുടെ പ്രായത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ പരിമിതികൾ കൊണ്ട് എല്ലാ ജോലിയും എല്ലാവർക്കും എല്ലായ്പ്പോഴും ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം, അതൊക്കെ ദൈവം അറിയുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനോട് ചേർന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇന്ന ജോലിയെ ചെയ്യുകയുള്ളൂ എന്ന് ആരും ഒരിക്കലും പറയാനായിട്ട് പാടില്ല. ഏത് ജോലിയും നാം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതിനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഞാൻ കയ്യിൽ മണ്ണ് പറ്റുന്ന ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം നമ്മുടെ ഹൃദയത്തിൽ ഒരു നിഗളിയാണ് എന്നുള്ളതാണ്. എല്ലാ ജോലിയും ഇവിടെ വലിയ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നൊക്കെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദേശങ്ങളിലേക്ക് കുട്ടികളെ അയച്ചാൽ അവരവിടെ പോയി ചെയ്യുന്ന ജോലികൾ എന്താണെന്നറിയാമോ? ഹോട്ടലിൽ പ്ലേറ്റ് കഴുകലും തുടയ്ക്കലും
പാചകവും അല്ലേ, അങ്ങനെയുള്ള ജോലികളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും നാണക്കേടില്ല. എൻ്റെ മകൻ അമേരിക്കയിൽ ചെന്നിട്ട് ആദ്യം ചെയ്ത ജോലി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ബേക്കറി, ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബേക്കറിക്കിടയിലെ ജോലിയായിരുന്നു. അവിടെ ആ നാട്ടിൽ ആർക്കും അതിനോട് ഒരു എതിർപ്പുമില്ല. ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഡോക്ടറാണ് എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകൻ ബാർബറാണ് എന്ന് പറയുന്നതും ഒരേ അഭിമാനത്തോടു കൂടിയാണ്. നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ചില വൈകല്യങ്ങളിൽ പെട്ടതാണ് ചില ജോലികൾ മാന്യവും ചില ജോലികൾ മാന്യമല്ലാത്തതും എന്നുള്ളതായിട്ടുള്ള കാഴ്ചപ്പാട്. അപ്പോൾ എന്ത് ജോലിയും ചെയ്യാൻ മനസ്സുണ്ട ആളുകളായിരിക്കണം വിശ്വാസികളായിട്ടുള്ള ആളുകൾ. അങ്ങനെ ജോലി ചെയ്യാനായിട്ട് നമുക്ക് മനസ്സും ആരോഗ്യവും ഉണ്ടായിട്ട് നാം ജോലി ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അത് ദൈവസന്നിധിയിൽ യോഗ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ പ്രമാണം നമ്പർ 1 അല്ല 2 നമുക്ക് പറയാം. ആദ്യത്തെ പ്രമാണം എന്താ നമ്മൾ പറഞ്ഞേ? നമുക്കുള്ളതെല്ലാം ക്രൂശ് ഒഴികെ, നാം എടുത്തുകൊണ്ട് പോകുന്നതായ ക്രൂശ് ഒഴികെ ബാക്കിയെല്ലാം കർത്താവിൻ്റെയാണ്. നമുക്കതിൻ്റെ മേൽ ഒരു സമ്പൂർണ്ണ അധികാരമില്ല. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പ്രമാണങ്ങൾ നമ്മൾ പഠിച്ചു. 3-ാമത്തെ പ്രമാണം അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 35-ാമത്തെ വാക്യം, ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ 3-ാമത്തെ പ്രമാണം നമ്മൾ വായിക്കണം. എന്താണ്? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. അപ്പം നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്തായിരിക്കണം? വാങ്ങുക എന്നുള്ളതല്ല, കൊടുക്കുക എന്നുള്ളതായിരിക്കണം. കാരണം അതാണ് ഭാഗ്യമെന്ന് പറയുന്നത്. എന്നാൽ ഈ ലോകത്തിൽ എങ്ങനെയാണ് ആളുകൾ പൊതുവെ ചിന്തിക്കുന്നത്? വാങ്ങുന്നത് ഭാഗ്യം, ലഭിക്കുന്നത് ഭാഗ്യം, ലഭിക്കുന്നതും വാങ്ങുന്നതുമൊക്കെ നന്മ, അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അത് നിർഭാഗ്യമെന്നാണ് അല്ലേ? ദൈവവചനം പറയുന്നത് നേരെ തിരിച്ചാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള മനോഭാവം എന്ന് പറയുന്നത് വാങ്ങുക എന്നല്ല, മറിച്ച് കൊടുക്കുക എന്നുള്ളതായിരിക്കണം. അപ്പോൾ എത്രാമത്തെ പ്രമാണമായി? 4. ഒത്തിരി കുറച്ച് ഏറെ ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി വിശദീകരണത്തിലേക്ക് കടന്നാൽ സമയം കിട്ടുകയില്ല എന്നുള്ളതുകൊണ്ട് ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വളരെ എളുപ്പമായ കാര്യമായതുകൊണ്ടും ഞാൻ അത്രയും പറഞ്ഞ് അത് വിടുകയാണ്. ശരി, 4-ാമത്തെ പ്രമാണം അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം, 33-34 വാക്യം, ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിനും എന്നോട് കൂടിയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ആരുടെയും ഞാൻ മോഹിച്ചിട്ടില്ല. 4-ാമത്തെ പ്രമാണം. മറ്റാരുടെയും ഒന്നും നമ്മൾ മോഹിക്കാനായിട്ട് പാടില്ല. നമുക്ക് നൽകുന്നത് ആരാണ്? ദൈവമാണ്. ദൈവം അതിന് ചില ആളുകളെ മുഖാന്തരങ്ങളായിട്ട് ഉപയോഗിച്ചു എന്ന് വരാം. പക്ഷേ ആരുടെയും ഒന്നും മോഹിക്കുവാനായിട്ട് നമുക്ക് അനുവാദമില്ല. 10 കൽപ്പനകൾ കൊടുത്തപ്പോൾ 10-ാമത്തെ കൽപ്പന എന്തായിരുന്നു? മോഹിക്കരുതെന്നുള്ളതായിരുന്നു അല്ലേ? അന്യൻ്റെ കാളയോ കഴുതയോ ഭാര്യയോ അങ്ങനെ യാതൊന്നിനെയും മോഹിക്കുവാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ, വെള്ളി പൊന്നെന്നൊക്കെ പറഞ്ഞ വിലയേറിയ കാര്യങ്ങളാണ്. വസ്ത്രം എന്ന് പറഞ്ഞാൽ താരതമ്യേന വില കുറഞ്ഞതായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒന്നും പൗലോസ് അപ്പോസ്തലൻ മോഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ 4-ാമത്തെ പ്രമാണം, നമ്മൾ മറ്റാരുടെയും ഒന്നും മോഹിക്കുവാനായിട്ട് പാടില്ല. 5-ാമത്തെ പ്രമാണം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. 10-ാം വാക്യം, ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം അല്ലേ? അതാണ് ഇന്ന് സഭകളിലുള്ള വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു ഉപദേശം. എന്നാൽ ആ ഉപദേശം മാത്രമല്ല ബൈബിളിലുള്ളത്, അതിനോട് ചേർന്ന് വേറെയും ഉപദേശമുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ ഉണ്മാനും 8-ാം വാക്യം, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ നാം മതി എന്ന് വിചാരിക്കുക. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ നാം എന്ന് പറയുമ്പോൾ അവിടെ ആരാ അതിനകത്ത് ഉൾപ്പെടുന്നത്? പൗലോസും തിമോഥെയോസും. ഈ വാക്യം ഞാൻ പഠിച്ചതിനെ സംബന്ധിച്ച് ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിമർശനത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ നാം മതി എന്ന് വയ്ക്കുക എന്ന് വെച്ചാൽ
സഭാ ശുശ്രൂഷകന്മാർ അത് മതി എന്ന് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം എന്നൊരിടത്ത് പറയുമ്പോൾ അത് വിശ്വാസികൾക്കുള്ളൊരു നിർദ്ദേശവും, എന്നാൽ അവിടെ ശുശ്രൂഷകന്മാർക്കുള്ള നിർദ്ദേശം എന്താ? ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ പിന്നെ ആരുടെ അടുക്കൽ നിന്നും വാങ്ങിക്കുവാനായിട്ട് പാടില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത്. അതല്ലാതെ ഒരു ശുശ്രൂഷകനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അധ്വാനിക്കാൻ ആരോഗ്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജീവിക്കാൻ മാർഗവും ഉണ്ടെങ്കിൽ വിശ്വാസികളുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ച് അദ്ദേഹത്തിന് സമ്പാദിക്കാമെന്നോ അല്ലെങ്കിൽ ആഡംബര ജീവിതം നയിക്കാമെന്നോ ഒരു പ്രമാണം ബൈബിളിൽ ഒരിടത്തും ഇല്ല. അപ്പോൾ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക എന്നുള്ളത് അതിനോട് ചേർന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് അതിനകത്ത് അത് പൂർത്തിയാകുന്നത്. മാത്രമല്ല 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ സഹവിശ്വാസികൾക്ക് അതിന് മുൻഗണനയുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഈ 1-ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഡിഡാക്കെ എന്ന് പറഞ്ഞ പുസ്തകത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാനിവിടെ പരാമർശിച്ചിട്ടുണ്ട്. അതിനും വിമർശനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഈ ഡിഡാക്കെ എന്ന് പറയുന്നതായിട്ടുള്ള പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ഉണ്ട്. ഈ ഡിഡാക്കെ എന്ന് പറഞ്ഞ പുസ്തകം ബൈബിളിനോട് ചേർക്കണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തർക്കത്തിൽ നിന്നൊരു പുസ്തകമായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അതായത് ഒരുവിധം ആധികാരികതയുള്ള ഒരു പുസ്തകമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ആരെങ്കിലും നിങ്ങളോട് പൈസ ചോദിച്ചാൽ, അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി പൈസ ചോദിച്ചാൽ അതൊരു കള്ളപ്രവാചകന്റെ ലക്ഷണമാണ് എന്നാണ്. ഒരു കള്ളപ്രവാചകൻ മാത്രമേ മനുഷ്യനോട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പൈസ ചോദിക്കുകയുള്ളൂ. വചനം പഠിപ്പിക്കുന്നവരെക്കുറിച്ച്, ആത്മീയ ശുശ്രൂഷ രംഗത്തുള്ളവരെക്കുറിച്ച് പറയുന്നതാണ്. അവരുടെ ആവശ്യങ്ങൾ, എല്ലാവരുടെയും ആവശ്യങ്ങൾ ദൈവം നടത്തി കൊടുക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സുവിശേഷ പ്രവർത്തന മേഖലകളിലുള്ളവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, അവർക്ക് വേണ്ടി പൈസ അങ്ങനെ ചോദിക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, നമുക്കറിയാമല്ലോ, കർത്താവ് ആരുടെയെങ്കിലും അടുക്കൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ശിഷ്യന്മാർ ആരുടെയെങ്കിലും അടുക്കൽ പൈസ തരണമെന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. കർത്താവും ശിഷ്യന്മാരും ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം എത്ര പ്രമാണമായി? എണ്ണം തെറ്റിപ്പോയി. അടുത്ത പ്രമാണം തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായം ആണ്. സംതൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തി, ദൈവം നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ സംതൃപ്തരായിട്ട് ജീവിക്കുന്നത് വളരെ ആദായമാണ്, നന്മയാണ്, സന്തോഷമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നന്മ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യരുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ദൈവം തന്ന സാഹചര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരല്ല എന്നുള്ളതാണ്. അങ്ങനെ സംതൃപ്തരല്ല എങ്കിൽ അടുത്തൊരു പ്രശ്നത്തിലേക്ക് പോലും നമുക്ക് ധനത്തെ സംബന്ധിച്ച വലിയ മോഹങ്ങൾ, ദ്രവ്യാഗ്രഹം എന്ന തലത്തിലേക്ക് നമ്മുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലെ മോഹങ്ങൾ പോയാൽ അത് സകലവിധ ദോഷത്തിനും മൂല കാരണമാണെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമാണ്. ഇങ്ങനെ ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമായിട്ടുള്ള പാപവും, അത് ദൈവത്തെ സേവിക്കുന്നതിന് പകരം മാമോനെ സേവിക്കുന്നതായിട്ടുള്ള ഒരു പരിപാടിയുമാണ് എന്നുള്ളതുകൊണ്ട് അത് വലിയ ദോഷങ്ങൾക്ക് കാരണമാകും. വിശ്വാസം വിട്ട് ഉഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരും എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വിശ്വാസം വിട്ടുഴന്ന് പോകാനൊന്നും പറ്റില്ല. വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ സ്ഥിരമായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെയും ചിന്തിച്ചു. വിശ്വാസം വിട്ടുഴന്ന് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാനിട വരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് വളരെ ദോഷമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ ദ്രവ്യാഗ്രഹം, നമ്മൾ ജോലി ചെയ്യുന്നതും കൃഷി ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും ഒക്കെ അത് ദ്രവ്യാഗ്രഹത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് വളരെ
നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, അല്ലേ? അത് വലിയ സങ്കീർണമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ സമ്പാദിക്കുന്നത് നേരായിട്ടുള്ള വഴിക്കും ദൈവത്തിന് എന്നവണ്ണം ദൈവത്തിന് വേണ്ടിയുമാണെങ്കിൽ, നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ അല്ലേ? ദൈവത്തിന് വേണ്ടിയും ദൈവസഭയ്ക്ക് വേണ്ടിയും നമ്മളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നതെങ്കിൽ അത് ദൈവികമാണ്, ആത്മീയമാണ്. ആ പ്രവർത്തനങ്ങളും ആത്മീയമാണ്. എന്നാൽ എനിക്കൊരു ധനവാനാകണം, ഈ ലോകത്തിൽ വളരെ ധനം സമ്പാദിച്ചൊരു ധനികൻ എന്ന് അറിയപ്പെട്ട് ഈ ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും ഒക്കെ അനുഭവിച്ച് എനിക്ക് ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ അത് ദ്രവ്യാഗ്രഹമാണ്. ഇത്ര സിമ്പിളാണ്. ശരി. അപ്പോൾ നമ്മൾ അധ്വാനിക്കുമ്പം സാധാരണഗതിയിൽ നമ്മൾ അടുത്ത പ്രമാണം കേട്ടോ, നമ്മൾ അധ്വാനിക്കുമ്പോൾ സാധാരണ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നത്? നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തണം, അല്ലേ? അതല്ലേ പൊതുവിൽ പറയുന്ന കാര്യം അതാണ്. എന്നാൽ വചനം പറയുന്നത് എന്താ? എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്ര വേണ്ടത്. ഒരു കള്ളൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മുട്ടുള്ളവർക്ക്, അല്ലേ? സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ സമ്പാദിച്ചാൽ മതി എന്നാണോ? നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കൊള്ളണമെന്നാണോ? അല്ല. മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ ഉണ്ടാവേണ്ടതിന് സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കണം. അപ്പോൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാൻ കൂടി ഉണ്ടാകേണ്ട ആവശ്യത്തിലേക്കാണ്. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഞാനും എൻ്റെ കുടുംബവും മാമോനെ സേവിക്കും എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമ്മളുടെ അധ്വാനം നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും കൂടി ആണ് എന്നുള്ളതാണ് അടുത്ത പ്രമാണം. ശരി, എനിക്ക് തോന്നുന്നു അടുത്ത 9-ാമത്തെ പ്രമാണമാണെന്ന് തോന്നുന്നു. ഈ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അതിന് അർഹതയുള്ളതായിട്ടുള്ള ആളുകൾ എപ്പോഴും സഭയിലുണ്ടായിരിക്കും. എല്ലായ്പ്പോഴും സഭയിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ധനവാന്മാരുടെ മാത്രം, ആർക്കും ഒന്നും കൊടുക്കാൻ ആവശ്യമില്ലാത്ത വിധം എല്ലാവരും സമ്പന്നരായിരിക്കുന്ന ഒരു സഭയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അതൊരു സഭയാകാനുള്ള സാധ്യതയില്ല. കാരണം ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കാനായിട്ടുള്ള യാതൊരു സാധ്യതയുമില്ലാത്ത അതൊരു പക്ഷേ ഒരു ക്ലബ്ബ് ആവാനായിട്ടാണ് സാധ്യത. ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് സഹായിക്കാൻ കഴിയുന്നതായിട്ടുള്ള ആളുകൾ അവരുടെ പരിസരത്തെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ആരും ഒന്നുമില്ല, എല്ലാവരും വളരെ സമൃദ്ധിയിലാണ് ജീവിക്കുന്നതെങ്കിൽ അതൊരു ദൈവസഭയാകാനായിട്ടുള്ള സാധ്യത കുറവാണ്. ശരി. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കണം. കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആളുകൾക്ക് എൻ്റെ സ്വന്തമാണെന്നുള്ള ഒരു ചിന്തയുള്ളപ്പോൾ അത് സന്തോഷത്തോടെ കൊടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല, അല്ലേ? സ്വന്തമാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ സന്തോഷത്തോടെ കൊടുക്കാനായിട്ട് കഴിയില്ല. വല്ലവരുടെ ആണെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയാൽ കൊടുക്കാനായിട്ട് സന്തോഷം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ കർത്താവിൻ്റെ ആണ് എന്നുള്ളത് കൊണ്ട് അത് സന്തോഷത്തോടെ കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ കൊടുക്കലിൽ യാതൊരു വക ആത്മീയതയും ഇല്ല. അത് തികഞ്ഞ ഈ കയ്യിൽ നിന്ന് ദുഃഖത്തോടെ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? അത് പോവുകയും ചെയ്തു, ദൈവാനുഗ്രഹമായിട്ട് ഇല്ല താനും. രണ്ട് നഷ്ടമാണ്. പൈസയും പോയി, ദൈവത്തിൻ്റെ അംഗീകാരവും അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് ചിലപ്പോൾ നമ്മുടെ ചിന്തയിൽ ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്, 1 കൊടുത്താൽ 10 കിട്ടും. അങ്ങനെ ബൈബിളിൽ പ്രമാണമൊന്നുമില്ല. ഉണ്ടോ? അങ്ങനെ എനിക്ക് ഏറെ കിട്ടാനായിട്ട് ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? അതിനകത്ത് ദ്രവ്യാഗ്രഹം വരുന്നുണ്ട്, ഇല്ലേ? കൊടുക്കുമ്പോൾ പോലും ദ്രവ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. അതുപോലെ സ്വാർത്ഥത, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അങ്ങനെ കൊടുക്കുന്നതിലുണ്ടാകുന്നത്. നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കും എന്നാണ് നമ്മൾ ഈ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ കാണുന്നത്. നമ്മളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കും. നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ ദൈവം നമുക്ക് നടത്തി തരികയും ചെയ്യും. ശരി, 10-ാമത്തെ പ്രമാണം മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. ഈ ലോകത്തിൽ തന്നെ, അതായത് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഞങ്ങൾ സകലവും വിട്ട് നിന്നെ പിൻഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അല്ലേ? എന്ത് കിട്ടും എന്നുള്ളതാണ് എല്ലാവരുടെയും എപ്പോഴുമുള്ള ചോദ്യം. ഈ കർത്താവിൻ്റെ കൂടെ 3.5 വർഷം ജീവിച്ചിട്ട് ഈ തൻ്റെ ശിഷ്യന്മാരും ചോദിച്ചത് എന്താ? എന്ത് കിട്ടും? അങ്ങ് മഹത്വത്തിലിരിക്കുമ്പോൾ ഇടത്തും വലത്തും അധികാരവും വേണം, പിന്നെ എന്ത് കിട്ടും എന്നുള്ളതാണ്. ഞങ്ങളുടെ എല്ലാം ഉപേക്ഷിച്ച് നിൻ്റെ പിന്നാലെ വന്നിരിക്കുകയാണ്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ശരി, കർത്താവിന് പറഞ്ഞത് എന്താ?
ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാം നിത്യതയിൽ കിട്ടുമെന്നാണോ പറഞ്ഞേക്കണേ? ആണോ? അല്ല. ഈ ലോകത്തിൽ എത്ര മടങ്ങ് കിട്ടുമെന്നാണ് പറഞ്ഞേ? 100 മടങ്ങ്. നമുക്കിപ്പോൾ എത്ര മടങ്ങ് കിട്ടി? ഒരു 40 മടങ്ങേ ആയിട്ടുള്ളൂ. ഒരു 100 മടങ്ങ് ആയിട്ടില്ല അല്ലേ? ഒരു 10-40 മടങ്ങേ നമ്മളായിട്ടുള്ളൂ. ആരാ? സഹോദരന്മാര്, സഹോദരിമാര്, കുഞ്ഞുങ്ങള്, അപ്പന്മാര്, അമ്മമാര്, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്തൊരു പ്രമാണമുണ്ട്. എന്താണെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന ആരുടെയും സ്വത്തിൻ്റെ മേൽ ആർക്കും അവകാശമില്ല. അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഞാൻ പഠിപ്പിക്കുന്ന കാര്യത്തിൻ്റെ ഗൗരവമൊക്കെ എനിക്കറിയാം. പക്ഷേ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ വെള്ളം ചേർത്ത് പഠിപ്പിക്കാൻ അത് എത്ര ഗൗരവമാണെങ്കിലും ഒരാളോട് ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെന്നറിയോ, സഹോദരൻ്റെ ഉപദേശം സൂയിസൈഡലാന്ന് പറഞ്ഞു, വെച്ചാൽ ആത്മഹത്യാപരമാണെന്ന്. എത്ര പറഞ്ഞാലും വചനത്തിലോട് വെള്ളം ചേർത്ത് പറയുവാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വെള്ളം ചേർത്ത് അവസാനം എന്തായി പോവും? അത് വെള്ളമായി പോവും. നമ്മളുടെ ഒരു സ്വത്തിൻ്റെ മേലും നമുക്ക് ഒരു സമ്പൂർണ്ണ അധികാരം ഇല്ല. അത് നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കാനായിട്ട് പൈസയൊക്കെ മുടക്കും ഇല്ലേ? പൈസ തീർന്നു പോയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ എന്തെങ്കിലും പണയം വയ്ക്കാൻ സ്വർണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പണയം വയ്ക്കും. അതുകൊണ്ടും തികയുന്നില്ലെങ്കിൽ ഒരുപക്ഷെ സ്വർണം വിൽക്കും. അതുകൊണ്ടും തികയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ഥലത്തിൻ്റെ ചില വിൽക്കാൻ ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ നമ്മൾ വിറ്റ് ചികിത്സിക്കാനാക്കുന്നത്. ശരിയാണോ? അല്ലേ? നമ്മുടെ സഭയിലെ ഒരു സഹോദരനോ സഹോദരിക്കോ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് പൊട്ടിക്കാൻ നമ്മൾ തയ്യാറാകുമോ? സ്വർണം ഉണ്ടെങ്കിൽ അത് വിൽക്കാൻ നമ്മൾ തയ്യാറാകുമോ? നമുക്ക് ധാരാളം സ്ഥലമുണ്ടെങ്കിൽ അതിനകത്തുനിന്നൊരു 10 സെൻറ്റ് വിറ്റേക്കാമെന്ന് നാം തീരുമാനിക്കുമോ? ചെയ്യുമോ? യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം എന്താണ്? സഹോദരങ്ങൾക്ക് വേണ്ടി ജീവനെ വെച്ച് കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുക അല്ലേ? അല്ലേ? ആണോ? അല്ലേ? അയ്യോ, എല്ലാവരും താഴേക്ക് നോക്കുന്നേ. ജീവനെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള സഹോദരങ്ങൾക്ക് ഒരു പവൻ്റെ മാല വിറ്റ് പൈസ ഒരു അത്യാവശ്യത്തിന് കൊടുക്കാൻ പറ്റില്ലേ? ജീവനെ കൊടുക്കാം, പക്ഷെ പൈസ കൊടുക്കില്ല അല്ലേ? ജീവനെ കൊടുക്കേണ്ട ആവശ്യം വന്നാലറിയാം അപ്പം അതെങ്ങനെയാണ് എന്ന്. പ്രിയമുള്ളവരെ, ജീവനെ കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടതായ നമ്മൾ പലപ്പോഴും എത്രയോ സ്വാർത്ഥന്മാരായിട്ട് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അടുത്ത പ്രമാണം യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാം വാക്യം: നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. ധനവാന്മാരായിട്ടുള്ള ആളുകളോട് പറയുകയാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കും, ഏതെങ്കിലുമൊക്കെ മൃഗത്തെയൊക്കെ ഇപ്പം നമ്മളൊന്നും നിയന്ത്രണത്തിലല്ല, ഏതെങ്കിലും ഒരു ക്ടാവിനെയോ ആടിനെയോ ഒക്കെ കൊല്ലണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ നല്ല ഭക്ഷണമൊക്കെ കൊടുത്തൊന്ന് മെഴിപ്പിക്കും ഇല്ലേ? ആണോ? അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ പണ്ട് കാലത്ത് നാട്ടിൻപുറത്ത് അങ്ങനെ പങ്കുകൂടിയൊക്കെ മൃഗങ്ങളെ ഇറക്കുമ്പം അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്താണ്? ഇച്ചിരി നല്ല തീറ്റയൊക്കെ കൊടുത്ത് പിണ്ണാക്കൊക്കെ മേടിച്ച് കൊടുത്ത് ഒന്ന് മെഴുത്ത് അങ്ങനെ അതിന് ശേഷമാണ് നമ്മൾ കൊല്ലുന്നത്. അതുപോലെയുള്ളൊരു പരിപാടി അവിടെ എഴുതിയേക്കുന്നത്. എന്താണ്?
നിങ്ങൾ ഈ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങൾ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. ആഡംബര ജീവിതം അത് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. അത് നമ്മളുടെ സ്വന്തം പൈസയാണെങ്കിൽ കൂടിയും ഒരു ആഡംബര ജീവിതത്തിനുള്ള യാതൊരു വക സാധ്യതയും ദൈവവചനത്തിൽ ഇല്ല. പിന്നെ ആഡംബരം എന്താണ് എന്തല്ല എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട് വളരെ പ്രയാസമുണ്ട്, ഞാനത് സമ്മതിക്കുന്നു. ഞാൻ ബൈക്ക് വാങ്ങിച്ച കാലത്ത് 91 അന്ന് ജോലി കിട്ടിയപ്പം ജോലിയുടെ ഭാഗമായിട്ടൊരു ബൈക്ക് വാങ്ങിക്കണമായിരുന്നു. ബൈക്ക് വാങ്ങിച്ച കാലത്ത് അന്ന് ബൈക്ക് ഭയങ്കര ആഡംബരമാണ്. എന്നാൽ ഇന്ന് ബൈക്ക് ആഡംബരമാണോ? ആ 80കളിലൊക്കെ വാർക്ക വീടെന്ന് പറയുന്നത് ആഡംബരമാണ്. ഇന്ന് ഒന്നുമില്ലാത്തവർക്ക് സർക്കാർ പണിത് കൊടുക്കുന്നതും വാർക്ക വീടാണ്. ഞാൻ കാറ് വാങ്ങിച്ചപ്പോൾ കാർ ഒരു ആഡംബരമായിരുന്നു. കൂടരഞ്ഞിയിൽ ആകപ്പാടെ 1, 2, 3 പേർക്കേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് അത് വേണമായിരുന്നു. ഇപ്പോൾ ബാങ്ക് ലോണൊക്കെ തന്നു വാങ്ങിച്ചു. ശരി, ഇന്ന് കാർ ഒരു ആഡംബരമല്ല. അപ്പോൾ ഈ ആഡംബരത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനായിട്ട് വലിയൊരു പ്രയാസമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നമുക്ക് ഒരു കാര്യം ആഡംബരമാണോ അല്ലയോ എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവാത്മാവ് അത് നമ്മളുടെ ആവശ്യത്തെ പരിഗണിച്ച് നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. അതിനകത്ത് മറ്റാരും അതിനകത്ത് കൈകടത്തണം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാറ് വാങ്ങിക്കുമ്പോൾ ഒരാളുടെ ആ കാറ് കൊണ്ടുള്ള ഓട്ടം ഒരു ജില്ലയിലോ അല്ലെങ്കിൽ ഒരു 3-4 ജില്ലകളിലോ ഉള്ളുവെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു കാർ വേണം. എന്നാൽ അവൻ 1000, 1500, 2000 കിലോമീറ്റർ ദൂരെ ഓടിക്ക് പോകേണ്ട ആവശ്യമുള്ള ഒരാളാണെങ്കിൽ കുറച്ചുകൂടി അങ്ങനെ അതിന് സൗകര്യമുള്ളൊരു കാർ വേണം. അപ്പോൾ ഒന്നിനെ ആഡംബരമായിട്ടും മറ്റൊന്നിനെ ആഡംബരമല്ലാതെയും. അപ്പോൾ ആഡംബരത്തിന് ഒരിക്കലും നമുക്ക് ഒരു ലെവല് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ജീവിതം ദൈവാത്മാവിനാൽ നിയന്ത്രിതമായിരിക്കണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. അങ്ങനെയെങ്കിൽ ആഡംബരത്തെ സംബന്ധിച്ച് ദൈവാത്മാവ് എന്ത് നമ്മളോട് പറയുന്നു എന്നുള്ളതാണ് അവിടെയും പ്രധാനമായിട്ടുള്ളത്. ശരി, അടുത്തതായിട്ടുള്ളൊരു കാര്യം, യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ തന്നെ 1 മുതലുള്ള വാക്യങ്ങൾ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറിയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ധനവാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ധനം ദ്രവിച്ചു. ദ്രവിക്കുന്ന ധനം. ആ കാലഘട്ടത്തിൽ ധനം എന്ന് പറയുന്നത് പലപ്പോഴും ഭക്ഷണ സാധനങ്ങളായിരുന്നു. ഇന്നത്തേതുപോലുള്ള രീതിയല്ല. ഭക്ഷണ സാധനങ്ങൾ അതിലൊന്നായിരുന്നു. അത് ദ്രവിച്ചു പോയി എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആ ധനം അദ്ദേഹത്തിന് ആവശ്യമുള്ളതിൽ കവിഞ്ഞുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ അത് വെച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിനും ഉപകാരപ്പെട്ടില്ല, ആവശ്യമുള്ളവർക്കും അത് ഉപകാരപ്പെട്ടില്ല. എന്തു പറ്റി? ദ്രവിച്ചു പോയി. അതുപോലെ തന്നെ ഉടുപ്പ് പുഴുവരിച്ചു പോയി. അലമാരിയിൽ ഇഷ്ടംപോലെ ഉടുപ്പുണ്ട്. ഇരട്ടവാലൻ അല്ലേ? ഇരട്ടവാലൻ തിന്നും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരു ദിവസം എടുത്തു നോക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഓട്ടയായിരിക്കും. പിന്നെ എന്താ? നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. പൊന്നും വെള്ളിയും ഉപയോഗിക്കുന്നതിനൊന്നും ബൈബിളിൽ നിയന്ത്രണങ്ങളൊന്നും വെച്ചിട്ടില്ല. പക്ഷേ കറ പിടിച്ചു എന്ന് പറയുന്നു. അതെന്താ അതിൻ്റെ കാര്യം? നമുക്ക് ആവശ്യമില്ലാത്ത കുറേ പൊന്നും വെള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അത് എവിടെയൊക്കെയോ സൂക്ഷിച്ചു വെച്ചു. ഉപയോഗത്തിന് പോലും ആവശ്യമില്ലാത്തതുണ്ടായിരുന്നു. അത് കറ പിടിച്ചു എന്നാണ് പറയുന്നത്. ഈ കറയും ഈ ദ്രവിച്ചതും ഒക്കെ നിങ്ങൾക്കെതിരെ സാക്ഷി പറയും, നമുക്കെതിരെ സാക്ഷി പറയും. അപ്പോൾ നമുക്കെതിരെ സാക്ഷി പറയാനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമുക്കെതിരെ സാക്ഷി പറയാനായിട്ട് നമ്മളുടെ തന്നെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഉണ്ടാവരുത്. അടുത്ത പ്രമാണം. ഇന്ന് ക്രിസ്തീയ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന ഒരു വാക്യമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. എന്തിനാ ഉപയോഗിക്കുന്നത്? അങ്ങനെ ആത്മീയ ശുശ്രൂഷ മേഖലയിലുള്ള ആളുകൾക്കെല്ലാം നിങ്ങൾ പൈസ കൊടുക്കണം അല്ലെങ്കിൽ തരണം എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു വാക്കാണ്, ഒരു വാക്യമാണത്.
മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട് കെട്ടരുത്, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അത് തുറന്ന് മുമ്പോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര അധികാരം, എങ്കിലും മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട് കെട്ടരുത് എന്നൊക്കെയുള്ള എല്ലാ പ്രമാണങ്ങളും പറഞ്ഞിട്ട് പിന്നെ പൗലോസ് അപ്പോസ്തലൻ പറയാ എങ്കിലും എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ബദലായിട്ട്, എങ്കിലും എന്താ, ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ സകലതും പൊറുക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് എന്തെങ്കിലും വിഘ്നം വരുത്താൻ സാധ്യതയുണ്ടെങ്കിൽ, നമുക്ക് അധികാരവും അവകാശവും ഉണ്ടെങ്കിൽ പോലും അതൊരിക്കലും സ്വീകരിക്കാൻ പാടില്ല. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയിൽ നിന്ന് ഒന്നും സ്വീകരിച്ചിട്ടില്ല. 2-ാമത്തെ ലേഖനം എഴുതുമ്പോഴും പറയും, ഇനി ഞാൻ വന്നാലും നിങ്ങളുടെ അടുത്ത് നിന്നും സ്വീകരിക്കില്ല എന്ന് പറയും. അപ്പം വെറുതെയാണോ പ്രിയമുള്ളവരെ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ എഴുതിയേ? തെസ്സലോനിക്ക സഭയിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഞാൻ ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ലെന്ന തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ആരുടെയും ആഹാരം, ഒരാഹാരം പോലും പൗലോസ് അപ്പോസ്തലൻ ആരുടെയും വെറുതെ അനുഭവിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം കൈകളാൽ അധ്വാനിക്കുക അത്രേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സുവിശേഷ പ്രവർത്തന മേഖലകളിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ആർക്കും ഭാരമായി തീരരുത് എന്നുള്ള ഒരു വലിയ പ്രമാണമാണ്. ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല, നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടി രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തീർക്കേണ്ടതിനത്രേ, മാതൃകയായി തീരേണ്ടതിനത്രേ. ശരി, അപ്പോൾ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ മാതൃക അനുകരിക്കുവാനായിട്ടൊരു മാതൃക കാണിച്ചു കൊടുത്തു. എന്താണ്? കൈകളാൽ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. ഇത് തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിലും സഭയിലെ മൂപ്പന്മാരോട് പറയുമ്പോൾ, നിങ്ങൾക്ക് അനുകരിക്കുവാനായിട്ട് ഞാൻ മാതൃക കാണിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർക്കും ഒരു അവകാശമുണ്ട്, അധികാരമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അത് ഉപയോഗിക്കണം എന്നുള്ളതല്ല, മറിച്ച് അത് ഉപയോഗിക്കാൻ പാടില്ല. അധികാരമുണ്ട്, പക്ഷേ അത് സുവിശേഷത്തിന് എന്തെങ്കിലും രീതിയിൽ വിഘ്നം വരുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അടുത്ത പ്രമാണം എനിക്ക് തോന്നുന്നു 14-ാമത്തെയോ 15-ാമത്തെയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതില്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർക്കുവാനിടയാകും. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു വൃത്തിനും കഴിയുകയില്ല. ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മളതുകൊണ്ട് ആരുടെയും വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്നോ നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്നോ ഉള്ളതായിട്ടുള്ള പ്രമാണമല്ല. അത് നിർബന്ധപൂർവ്വം പറഞ്ഞ് അങ്ങനെ ആരെ കൊണ്ടും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. കാരണം വിശ്വാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിഥി സൽക്കാരം ആചരിക്കണം എന്നുള്ളതായിട്ടുള്ള പ്രമാണമുണ്ട്. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ആർക്കും ഭാരമായി തീരരുതെന്ന് വിചാരിച്ചൊരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എന്നാൽ ഇനിയിപ്പോൾ സഹോദരന്മാരുടെ വീട്ടിൽ പോയിട്ടൊരു ചായ പോലും ഞാൻ കുടിക്കില്ല എന്നുള്ള ചിന്താഗതി പാടില്ല. ഞാൻ പറയല്ലേ, പലപ്പോഴും ആളുകൾക്ക് നേരായ കാര്യങ്ങൾ മനസ്സിലാകുന്നതിനേക്കാൾ അതിന് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് പലപ്പോഴും താല്പര്യം. അവിടെ അവർക്ക് ആർക്കും ഭാരമായി തീരത്തക്ക വിധത്തിൽ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഈ അതിഥി സൽക്കാരം എന്ന് പറയുന്നത് അത് വിശ്വാസികളുടെ എല്ലാവരുടെയും അന്യോന്യമുള്ള ഉത്തരവാദിത്വമാണ്. അങ്ങനെ അതിഥി സൽക്കാരപ്രിയരായിട്ടുള്ള ആളുകൾ മാത്രമേ സഭയിലെ ശുശ്രൂഷകന്മാരാകാൻ പാടുള്ളൂ എന്നുള്ളതും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അവസാനത്തെ പോയിന്റായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ അനീതിയുള്ള മാമോനെ കൊണ്ട് എന്ത് ചെയ്യണം? സ്വർഗത്തിൽ സ്നേഹിതന്മാരെ ഉണ്ടാക്കും എന്ന് വെച്ചാൽ അത് ദൈവരാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ട് ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ
അതില്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർക്കുവാൻ ഇടയാകും. നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർക്കുവാനായിട്ട് ഇടയാകും. പിന്നെ മറ്റൊരു വാക്യം, മുട്ടുള്ളവർ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അല്ലേ? വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അതിൽ നാം വായിക്കുന്നത്. മുട്ടുള്ളവർ ആരും, അതായത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പറ്റാത്ത ആരും ഒരു സഭയിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. അത് സഭ ഉറപ്പാക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. കാരണം സഭ എന്ന് പറയുന്നൊരു ശരീരമാണെന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? പഠിക്കുന്നത് ശരീരമാണ്. അപ്പോൾ ഒരു ശരീരത്തിൽ ഒരവയവം പട്ടിണി കിടന്നുകൊണ്ട് മറ്റൊരവയവം സുഖിക്കുന്ന അല്ലെങ്കിൽ സമൃദ്ധിയിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടോ? എൻ്റെ ഒരു കൈക്കൊന്നും കിട്ടുന്നില്ല, മറ്റേ കൈക്ക് ധാരാളം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ കിട്ടാത്ത കൈ ആ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മറ്റേ ശരീരം അതിനെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുട്ടുള്ളവർ ആരും ഒരു സഭയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ഇതൊക്കെയാണ് ദൈവസഭയിൽ സമ്പത്തിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള പ്രമാണങ്ങൾ. അപ്പോൾ നമ്മുടെ സാമ്പത്തിക പോളിസി എല്ലാവർക്കും മനസ്സിലായോ? 10% കൊടുത്തേച്ച് രക്ഷ, അല്ല 10 20 20 പോട്ടെ, 20 കൊടുത്തേച്ച് ബാക്കി നമുക്ക് ഉപയോഗിക്കാമായിരുന്നെങ്കിൽ എത്രയോ സുഖമായിരുന്നല്ലേ? അല്ലേ? ഒരു രക്ഷയില്ല. വളരെ പഴയ നിയമത്തിൽ എത്രയോ എളുപ്പമായിരുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ശരി, ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ആളുകൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ പലപ്പോഴും സഹോദരന്മാരെ വീട്ടിൽ സന്ദർശിക്കുമ്പോഴാണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ ചോദിക്കാത്തവരും ചോദിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും ഭവനത്തിലെ കാര്യങ്ങളെല്ലാം ഭവനത്തിലുള്ള ആളുകൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് തികച്ചും ന്യായമാണ്, അല്ലേ? ഭവനത്തിലെ കാര്യങ്ങൾ ഭവനത്തിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം. നമുക്കിവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ആഴ്ചത്തെ ചിലവ് എന്ന് പറയുന്നത്, നമ്മുടെ കെട്ടിടം ഒരു കൊമേഴ്സ്യൽ കെട്ടിടമാണ്. അതിന് നല്ല ടാക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൊമേഴ്സ്യൽ ഇലക്ട്രിസിറ്റി കണക്ഷനാണ്. നല്ല ഇലക്ട്രിസിറ്റി ചാർജും ഉണ്ട്. അതിന് കറണ്ടിന് ഉപയോഗത്തിന് ചാർജ് ഇല്ലെങ്കിലും അതിന് മിനിമം ചാർജ് എന്ന് പറയുന്നത് തന്നെ വലിയ എമൗണ്ടാണ്. പിന്നെ ഭക്ഷണവും സഹോദരങ്ങളെ കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനും അങ്ങനെയുള്ള എല്ലാം കൂടി കൂട്ടിയാൽ, ഞാൻ അതിനെക്കുറിച്ചൊന്ന് ഒരു സഹോദരൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് ചോദിച്ചു ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു, കണക്കൂട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ കണക്കൂട്ടി നോക്കിയപ്പം ഒരു 2800 മുതൽ 3200 വരെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ചിലവ്, മീനിൻ്റെ വിലയൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലോ. 2800 മുതൽ 3200 വരെ ഒരാഴ്ച നമുക്ക് ചിലവ് വരുന്നുണ്ട്. ഒരാഴ്ച. ദൈവം എന്തായാലും അത് ഈ കാലഘട്ടത്തിലൊക്കെയും അതിനുള്ള ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. സഹോദരങ്ങൾ ചിലരൊക്കെ പൈസയായിട്ടും ചിലരൊക്കെ കറികളായിട്ടും ഭക്ഷണമായിട്ടും ചിലർ പൈസയായിട്ടും ഒക്കെ ആ കാര്യത്തിൽ സഹകരിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹകരിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുള്ള ആളുകളുണ്ട് എന്ന് മാത്രവുമല്ല, കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് പോരുന്നതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിനെ സംബന്ധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ആരുടെയും മേൽ ഒരു നിയന്ത്രണമില്ല, നിയമമില്ല. ദൈവം സമൃദ്ധിയായി നൽകിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതിലൊരു പ്രശ്നവുമില്ല. എന്നാൽ ആർക്കെങ്കിലും ഈ സഭയുടെ ഈ പരിപാടിയിൽ എനിക്കും കൂടെ ഒരു പങ്കാളിത്തം വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളിയാഴ്ച വൈകുന്നേരത്തിന് മുമ്പ് വിളിച്ച് അറിയിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ശനിയാഴ്ച ദിവസം നമ്മളതിനുള്ള രാവിലെ മുതൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ചില സഹോദരങ്ങൾ അരിയൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പം വെള്ളിയാഴ്ച വൈകുന്നേരത്തിന് മുമ്പ് ആ കാര്യം
ഞങ്ങളോട് അറിയിച്ചാൽ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ക്രമീകരണങ്ങൾ ചെയ്യാവുന്നതാണ് എന്നും അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനീ പറഞ്ഞത് ആർക്കും ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ കൊടുക്കാതിരുന്നാൽ എന്തു തോന്നും, അങ്ങനെ യാതൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. പക്ഷെ നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തന്നെ പോകുന്നതിൽ യാതൊരു അപാകതയുമില്ല. അങ്ങനെ ഒരു പ്രശ്നവും അതിനകത്ത് ഇല്ല എന്നുള്ളതും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാവുന്നതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ.